ഇന്ന് നമുക്കൊരാളെ ദുബായിലേക്ക് തിരിച്ച് പറഞ്ഞു വിടൽ ചടങ്ങിൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ട് വരാം. രാത്രി 12 മണിയായപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുണ്ട്. ഞാനും ഫൈസും മാത്രമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്ലീപ്പർ ബസ്സായിരുന്നു ബുക്ക് ചെയ്തത്. സിംഗിൾ സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്യണത്. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിനകത്ത് കിടക്കാൻ പറ്റും. പക്ഷേ ഈ വട്ടം ഞാൻ വേറെ ഒരു ബസ്സായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. അതിലെ സീറ്റ് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിൽ കിടക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ കണ്ടക്ടർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, തൊട്ടിപ്പുറമുള്ള 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്ലീപ്പർ സീറ്റ് ഉണ്ട്, അതിലോട്ട് മാറിക്കോ, അവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് ആരും ബുക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉഷാറായിട്ട് അവിടെ കിടന്നുറങ്ങി. കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും വാപ്പ വിളിക്കാൻ കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ചെറിയ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എൻജോയ് ചെയ്ത് പോകുന്നു എന്ന് പറയാൻ കാരണം ഇക്ക നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ബ്രദർ. അപ്പോൾ 4 ദിവസത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ. കണ്ടില്ലേ തിരിച്ചു പോകുന്നതിൻ്റെ സ്നേഹപ്രകടനമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 9:30 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് പോവേണ്ടത്. എൻ്റെ ഒരു അവസ്ഥയെ പാലക്കാട്, കൊല്ലം, ട്രിവാൻഡ്രം, എന്തുമാത്രം യാത്രയല്ലേ. വൈകുന്നേരം 4:30-5 മണിയായപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി. യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൻ നടക്കുമല്ലോ. നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ടാവില്ല. പെട്ടെന്ന് വന്ന് ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തിരിച്ചു പോകാമെന്ന് ഓർക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കാണാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ദുബായ് പറഞ്ഞു വിടൽ വ്ളോഗ്.